നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന രീതിയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പൊതുവെയുള്ളത്. എന്താരോപണമുണ്ടായാലും അത് എത്ര ഗൗരവമുള്ളതായാലും രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നാണ് പ്രതികരിക്കാറുള്ളത്. എന്നാൽ അതിന് വിപരീതമായി കഴിഞ്ഞ ദിവസം കോൺഗ്രസിലെ ഒരു യുവ നേതാവിനെതിരെ പാർട്ടി ശക്തമായ നിലപാട് സ്വീകരിച്ചു. സ്വഭാവദൂഷ്യത്തിൻ്റെ ആരോപണം ഉയർന്ന ഉടനെ തന്നെ നേതാവ് തൻ്റെ സംഘടനാ പദവി ഉപേക്ഷിച്ചു. അത് സ്വന്തം നിലയിൽ സംഭവിച്ചതാകാം, നേതാക്കന്മാരുടെ സമ്മർദ്ദം കൊണ്ട് പദവി ഉപേക്ഷിച്ചതാകാം. പാർട്ടി പദവി ഉപേക്ഷിച്ചാൽ പോരാ, MLA സ്ഥാനം കൂടി രാജിവെക്കണമെന്ന സമ്മർദ്ദം ശക്തമായി തുടർന്നു. MLAയുടെ രാജി ഉടനടി വേണമെന്ന ആവശ്യവുമായി വാളോങ്ങി നിന്നവരെ അതിശയിപ്പിച്ചുകൊണ്ട് പാർട്ടി മറ്റൊരു സമീപനമാണ് സ്വീകരിച്ചത്. രാജിവെക്കാൻ ആവശ്യപ്പെടുന്നതിന് പകരം കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള പ്രാഥമിക അംഗത്വം വരെ ഒഴിവാക്കി അദ്ദേഹത്തെ പാർട്ടിക്ക് പുറത്താക്കുകയാണ് ചെയ്തത്. അത് രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഒരു തീരുമാനമായി വിലയിരുത്തപ്പെടുന്നു. യുവ നേതാവിൻ്റെ MLA കുപ്പായം ഊരിമാറ്റണമെന്ന് പാർട്ടി ആവശ്യപ്പെടാതിരിക്കാനുള്ള കാരണം ചിന്തിക്കുന്നവർക്ക് ബോധ്യമാകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ പാർട്ടി ആഗ്രഹിക്കുന്നില്ല. പാർട്ടിക്കാരനല്ലാത്ത MLAയ്ക്ക് സ്വന്തം നിലയിൽ ഏത് തീരുമാനവും സ്വീകരിക്കാം. MLA പട്ടം അഴിച്ചുവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരത്തിനിറങ്ങുന്ന പാർട്ടികളിൽ തന്നെ ആരോപണ വിധേയരായ എത്രയോ പേരെയാണ് സംരക്ഷിച്ചു പോരുന്നത് എന്ന് പൊതുജനം മനസ്സിലാക്കുന്നുണ്ട്. പാർട്ടി സംരക്ഷിക്കുമോ ശിക്ഷിക്കുമോ എന്നതല്ല പ്രധാന കാര്യം, ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുക എന്നുള്ളതാണ്.